മുത്തലാഖ് വിഷയത്തിൽ സ്ത്രീകൾക്കും അവകാശം വേണമെന്ന് സുപ്രീം കോടതി. മുത്തലാഖ് അംഗീകരിക്കാതിരിക്കാൻ സ്ത്രീകൾക്ക് അവകാശം നൽകണമെന്ന് സുപ്രീം കോടതിയുടെ നിർണായക നിരീക്ഷണം. മുത്തലാഖ് പാപം എന്ന പ്രമേയം ഇറക്കിയിട്ടുണ്ടെന്ന് മുസ്ലിം വ്യക്തി നിയമ ബോർഡ്. വിവരങ്ങളുമായി സന്തോഷ് സലീം ചേർന്നുണ്ട്. വളരെ സുപ്രധാനമായ ചില നിരീക്ഷണങ്ങളാണ് ഈ വിഷയത്തിൽ കോടതി നടത്തിയിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതോടനുബന്ധിച്ചിപ്പോൾ വിചാരണ നടക്കുമ്പോൾ പറയുന്നത്? സൗമ്യ, ഓൾ ഇന്ത്യ മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ വാദമാണ് അഞ്ചാം ദിവസമായി ഇന്ന് സുപ്രീം കോടതിയിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. വ്യക്തി നിയമ ബോർഡിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ഹാജരായി. ആദ്യം മുതൽ സുപ്രീം കോടതി ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ്, മുത്തലാഖിൽ സ്ത്രീ പുരുഷ സമത്വമില്ല, സ്ത്രീക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്വാധീനം ഈ മുത്തലാഖ് വഴിയുള്ള വിവാഹ മോചനത്തിൽ ഇല്ല എന്ന് ആദ്യം മുതലേ സുപ്രീം കോടതി എടുത്തു കാണിച്ചാണ്. അതാണ് ഇന്നൊരു ചോദ്യമായി കപിൽ സിബൽ സുപ്രീം കോടതി ആരാഞ്ഞത്. ഈ മുസ്ലിം മത ആചാരപ്രകാരം നിക്കാഹ് നടത്തുമ്പോൾ, അതായത് വിവാഹ കരാർ ഉണ്ടാകുമ്പോൾ അതിൽ മുത്തലാഖ് ഉൾപ്പെടുത്തണമോ വേണ്ട എന്ന കാര്യത്തിൽ സ്ത്രീക്ക് തീരുമാനമെടുക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ മുത്തലാഖ് ചെല്ലുമ്പോൾ അതിന് നോ പറയാൻ സ്ത്രീക്ക് കഴിയുമോ, അക്കാര്യം ഉൾപ്പെടുത്താൻ കഴിയുമോ എന്നാണ് സുപ്രീം കോടതി വ്യക്തി നിയമ ബോർഡിനോട് ചോദിച്ചത്. ഇതിൽ കപിൽ സിബൽ മറുപടി പറഞ്ഞത്, വ്യക്തി നിയമ ബോർഡിലെ മറ്റംഗങ്ങളുമായി കൂട്ടായ ഒരു ചർച്ച ഇക്കാര്യത്തിൽ നടത്തണം, ആ ചർച്ചയ്ക്ക് ശേഷം സുപ്രീം കോടതിയോട് ഇക്കാര്യത്തിൽ മറുപടി പറയാം എന്നാണ് ഇപ്പോൾ കപിൽ സിബൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും പ്രധാനമായും സുപ്രീം കോടതി ചർച്ചയിലുടനീളം എടുത്ത് വ്യക്തമായി പറയുന്നത്, വിവാഹമോചനത്തിൽ സ്ത്രീക്കും തുല്യ പങ്കാളിത്തം വേണം, വിവാഹമോചനം നേടണം എന്ന് സ്ത്രീ വിചാരിച്ചാൽ പോലും അതിന് കഴിയാത്തൊരു സ്ഥിതിവിശേഷമാണ് മുത്തലാഖിലുള്ളത്. അതെങ്കിൽ സ്ത്രീക്ക് കൂടി താല്പര്യം വേണം, ഇരുവരുടെയും ഒരുമിച്ചുള്ള സമ്മതത്തോടു കൂടി മാത്രമേ ഈ മുത്തലാഖ് എന്ന വിവാഹ മോചനത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ മുത്തലാഖിൽ അത്തരത്തിലൊരു മാറ്റം വേണം എന്നാണ് സുപ്രീം കോടതി ഇന്ന് ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കപിൽ സിബൽ സുപ്രീം കോടതിയെ അറിയിച്ചതാണ്, മുത്തലാഖിൽ കാലാനുസൃതമായ മാറ്റം വേണമെന്ന് തങ്ങൾക്കും ആഗ്രഹമുണ്ട്, എന്നാൽ അതിനുള്ള സമയം സമുദായത്തിന് അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് തന്നെയാണ് ആ വാദത്തിന്റെ തുടർച്ചയായാണ് സുപ്രീം കോടതി ആ മാറ്റം എന്ന രീതിയിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒരുപക്ഷെ സർലിംഗ്, ആ ഒരു മാറ്റത്തിന്റെ വ്യാപ്തി കൂടി നിർണ്ണയിക്കുകയായിരിക്കുമോ സുപ്രീം കോടതി ഇവിടെ ചെയ്യുന്നത്? പ്രത്യേകിച്ച് നമുക്കറിയാം, ഇത്തരം വിഷയങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വാദം കണ്ടതാണ്. അപ്പോഴെല്ലാം കോടതി എടുത്തിരുന്ന ഒരു സ്റ്റാൻഡ് അത് തന്നെയാണ്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് കൂടുതൽ കടക്കുന്നതിന് അപ്പുറത്തേക്ക് അവിടെ തുല്യ പ്രാധാന്യം അല്ലെങ്കിൽ തുല്യ അവകാശം ഉറപ്പാക്കുക എന്നതായിരുന്നു കോടതി ആവർത്തിച്ചു പറഞ്ഞിരുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ അത്തരം ഒരു വ്യക്തി നിയമ ബോർഡിന്റെ ഒരു താൽക്കാലിക ഇത്തരം മറുപടിക്ക് അപ്പുറത്ത് നിന്ന് കൂടുതൽ വ്യാപ്തി ഈ വിഷയത്തിൽ ഉണ്ടാക്കുകയായിരിക്കുമോ കോടതിയുടെ ഉദ്ദേശം, അല്ലെങ്കിൽ ആ വിധത്തിലാണോ കോടതിയുടെ ഇന്നത്തെ നിർദ്ദേശങ്ങൾ? തീർച്ചയായും സൗമ്യ, ഭരണഘടന ഉറപ്പു നൽകുന്ന ലിംഗസമത്വം മുത്തലാഖിൽ ഇല്ല എന്നാണ് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതായത് 3 പ്രാവശ്യം മൊഴി ചൊല്ലി എപ്പോൾ വേണമെങ്കിലും തൻ്റെ ഭാര്യയെ വിവാഹമോചനം വേർപെടുത്താൻ പുരുഷന് കഴിയും മുത്തലാഖ് വഴി, എന്നാൽ സ്ത്രീക്ക് അതിന് കഴിയില്ല. സ്ത്രീക്ക് സ്വന്തം ആഗ്രഹിച്ചാൽ പോലും വിവാഹമോചനം നടത്താൻ കഴിയില്ല എന്ന് മാത്രമല്ല, പെട്ടെന്ന് മുത്തലാഖ് വഴി മൊഴി ചൊല്ലുന്ന രീതിക്കെതിരെ നിൽക്കാൻ പോലും, നോ പറയാൻ പോലും സ്ത്രീക്ക് കഴിയില്ല. അങ്ങനെ അതിന് എതിർപ്പുന്നയിക്കാൻ സ്ത്രീക്ക് കഴിയണം. അതിനുള്ളൊരു സാഹചര്യം ഈ നിയമത്തിൽ, വ്യക്തി നിയമത്തിൽ ഉണ്ടാക്കണം എന്നാണ് സുപ്രീം കോടതി ഒരു നിർദ്ദേശമായി മുന്നോട്ട് വെച്ചത്. അതെന്തായാലും മറ്റ് ബോർഡ് അംഗങ്ങളുമായി ചർച്ച ചെയ്യാമെന്ന് പറയുന്നതിലൂടെ സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തള്ളിക്കളയുന്നില്ല ആ വ്യക്തി നിയമ ബോർഡ് എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ മുത്തലാഖിനെ പൂർണ്ണമായും സംരക്ഷിക്കാനും വ്യക്തി നിയമ ബോർഡ് ശ്രമിക്കുന്നുണ്ട് ഇന്നത്തെ വാദത്തിലുടനീളം. അതിൽ കപിൽ സിബൽ ആകട്ടെ തന്റെ വാദത്തിൽ ഒരിക്കൽ പറഞ്ഞത്, മുസ്ലിം ഒരു ചെറു സമുദായമാണ്, ഒരു ചെറു പക്ഷിയാണ്, ആ പക്ഷിയെ കടിച്ചു കീറാനായി വലിയ കഴുകന്മാർ ചുറ്റും പാറി പറക്കുന്നുണ്ട്, അവരെ സംരക്ഷിക്കേണ്ട സുപ്രീം കോടതിയാണ്. ഈ സ്വാതന്ത്ര്യം കിട്ടി 64 വർഷത്തോളമായി, ഇത്രയും വർഷമായിട്ടും തങ്ങളുടെ ഭരണഘടനയ്ക്ക് അനുസൃതം എന്ന് വിചാരിച്ച് കൊണ്ടുപോകുന്ന ഒരു ആചാരത്തെ സംരക്ഷിക്കാൻ, തങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിക്കാനാണ് ഒരു സമുദായം ഇപ്പോൾ സുപ്രീം കോടതിക്ക് മുമ്പിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഈ മുത്തലാഖിൽ കൈകടത്താതെ സമുദായം അതിൽ മാറ്റം വരുത്തട്ടെ എന്ന രീതിയിൽ നിർദ്ദേശിക്കണം എന്നാണ് വ്യക്തി നിയമ ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും വാദം ഇപ്പോഴും തുടരുകയാണ്. നാളെയും ഉണ്ട് 6ാം ദിവസം. 6 ദിവസമാണ് സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്നത്. 6 ദിവസം മുസ്ലിം ഇതിനെ മുത്തലാഖിനെ എതിർക്കുന്ന മുസ്ലിം സ്ത്രീകളുടെ ഹർജിയുണ്ട്, അതിൽ വാദമായിരിക്കും നാളെയും തുടരുന്നത്. അതിനുശേഷം സുപ്രീം കോടതി ഇക്കാര്യത്തിൽ അന്തിമ വിധി
വിധി പറയും. എന്തായാലും മുത്തലാഖിനെ സുപ്രീം കോടതിയും പൂർണ്ണമായി അനുകൂലിക്കുന്നില്ല എന്നാണ് ഇത്രയും ദിവസത്തെ വാദത്തിനിടയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ അവിടെ നേരത്തെ സലിംഗ് സൂചിപ്പിച്ചതുപോലെ തന്നെ മാറ്റം വേണം എന്ന് പറയുമ്പോഴും മുത്തലാഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സേഫാക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു വാദമാണ് കഴിഞ്ഞ ദിവസം കപിൽ സിബലിന്റെ ഭാഗത്തു നിന്ന് ഒക്കെ ആയാലും ഉണ്ടായത്. പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ ഭരണഘടനാപരമായ ധാർമ്മികത പരിശോധിക്കേണ്ട കാര്യമില്ല എന്നൊരു നിലപാട് ഒരു ഘട്ടത്തിൽ ഇവിടെ വാദത്തിനിടയിൽ കപിൽ സിബൽ എടുക്കുകയും ഒക്കെ ചെയ്തു. ഒരുപക്ഷെ അതിനെ തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാട് സുപ്രീം കോടതി എടുക്കുന്നു എന്ന് വേണോ കരുതാൻ, പ്രത്യേകിച്ച് ഈ സുരക്ഷ സമത്വം സംബന്ധിച്ച കാര്യങ്ങൾ പറയുമ്പോൾ? സൗമ്യ, ഈ കഴിഞ്ഞ 5 ദിവസങ്ങളിൽ നടന്ന വാദത്തിന്റെ ഒരു സമഗ്രത നമുക്കെടുക്കാം. ആദ്യത്തെ 3 ദിവസവും മുത്തലാഖിനെ എതിർക്കുന്നവരുടെ വാദം, കേന്ദ്ര സർക്കാർ അടക്കമുള്ളവരുടെ വാദം പൂർത്തിയായി. അതിനുശേഷമാണ് ഇന്നലെയും ഇന്നുമായി മുത്തലാഖിനെ വേണം, മുത്തലാഖ് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ വാദം ആരംഭിച്ചത്. ഇത്രയും ദിവസത്തെ വാദത്തിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാദം കൂടിയായിരുന്നു വ്യക്തി നിയമ ബോർഡിന്റേത്. വ്യക്തി നിയമ ബോർഡ് തങ്ങളുടെ വാദത്തിൽ ഒരു സമഗ്രതയായി പറയാൻ കഴിയുന്നത് മുത്തലാഖിനെ ഭരണഘടനാ വിരുദ്ധമെന്ന് തള്ളിക്കളയാനാകില്ല. ഇതൊരു വിഷയമായി സുപ്രീം കോടതി പരിഗണിക്കേണ്ടതില്ല. കാരണം വ്യക്തി നിയമങ്ങൾക്ക് ഭരണഘടന എല്ലാ സാധുതയും നൽകുന്നുണ്ട്. കഴിഞ്ഞ 1400 വർഷമായി മുസ്ലിം സമുദായം പിന്തുടരുന്നതും കഴിഞ്ഞ 67 വർഷമായി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ പിന്തുടരുന്നതുമായ ഒരു ആചാര രീതിയുടെ ഭാഗമാണ് മുത്തലാഖ്. അതിനെ ഭരണഘടനാ വിരുദ്ധം എന്ന് വിളിച്ച് തള്ളിക്കളയാനാകില്ല. എന്നാൽ കാലാനുസൃതമായ മാറ്റം മുത്തലാഖിൽ വേണം. അക്കാര്യത്തോടൊപ്പം തങ്ങൾ നിൽക്കുന്നു എന്നാണ് വ്യക്തി നിയമ ബോർഡ് പറയുന്നത്. ആ കാലാനുസൃതമായ മാറ്റം എന്ന രീതിയിൽ 2 മാറ്റങ്ങളാണ് വ്യക്തി നിയമ ബോർഡും അംഗീകരിക്കുന്നത്. ഒന്ന്, സ്ത്രീകൾക്കും ഈ വിവാഹമോചന രീതിയിൽ മേൽക്കൈ വേണം എന്നതാണ്. അവർക്കും ഏതെങ്കിലും തരത്തിൽ തങ്ങൾക്ക് സ്വയം വിവാഹമോചനം തേടണമെങ്കിൽ അതിന് കഴിയണം. മറ്റൊന്ന്, പെട്ടെന്ന് പറയുന്ന ഇൻസ്റ്റന്റ് നിക്ലാഹ് എന്ന വാക്കാണ്, മുത്തലാഖ് എന്ന വാക്കാണ് സുപ്രീം കോടതി ഉപയോഗിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് പറയുന്ന ഈ മുത്തലാഖ് അംഗീകരിക്കാനാകില്ല, അതും നിർത്തണം. പകരം ഇരുവരുടെയും സമ്മതപ്രകാരം, മത ആചാരപ്രകാരം ഇരുവരോടും ചോദിച്ചതിന് ശേഷം മാത്രം വിവാഹമോചനത്തിലേക്ക് പോവുക, 3 പ്രാവശ്യം മൊഴി ചെല്ലുന്ന രീതിയിലോട്ട് പോവുക. ഈ 2 കാര്യങ്ങളിലുമാണ് നിലവിലെ രീതിയിൽ മാറ്റം വരുത്തണം എന്ന് വ്യക്തി നിയമ ബോർഡ് പറയും. എന്നാൽ മുത്തലാഖിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല വ്യക്തി നിയമ ബോർഡ്. അത് നിലനിൽക്കണം, അത് സമുദായത്തിന്റെ ആചാരം എന്നാണ്. നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ വിവിധ ആചാരങ്ങൾ നിലനിൽക്കുന്നതിനെ ഭരണഘടന നിയമസാധുത നൽകുന്നുണ്ട്. ഹിന്ദു മതാചാരങ്ങൾ പ്രകാരമുള്ള വിശ്വാസത്തിന് നിയമസാധുത നൽകുന്നുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിന്റെ മുത്തലാഖ് എന്ന ആചാരത്തിന് നിയമസാധുത നൽകണം, അതിന് തള്ളിക്കളയരുത്, റദ്ദാക്കരുത് എന്നാണ് ഈ വ്യക്തി നിയമ ബോർഡ് ഈ 2 ദിവസത്തെ വാദത്തിൽ സമഗ്രമായി ആവശ്യപ്പെടുന്നത്. ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ വ്യക്തി നിയമ ബോർഡിന്റെ അനുകൂലമായി വരുന്ന ഒരു കാര്യം നിലനിൽക്കുമ്പോഴും ഇവിടെ ഇപ്പോൾ സലിം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലോചിതമായ മാറ്റം വേണമെന്ന് പറയുമ്പോഴും അത് എത്രത്തോളം വ്യാപ്തി ഉണ്ടാകണം, ഒരുപക്ഷെ അവിടെ ഈ സ്ത്രീ പ്രാധാന്യം എന്നതൊക്കെ എത്രത്തോളം പരിഗണിക്കപ്പെടും എന്നതൊക്കെ വ്യക്തമാക്കാൻ വാദത്തിനിടെ കപിൽ സിബലിനായിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ ബോർഡിലെ മറ്റാൾക്കാരോടും ആലോചിക്കണം എന്നൊക്കെ പറയുമ്പോൾ കാര്യങ്ങൾ വീണ്ടും ഇപ്പോഴും ഒരു നിശ്ചയമില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നിരീക്ഷിക്കപ്പെടുന്നുണ്ടോ? ഇത്തരം വാദങ്ങളിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു തിരിച്ചടി, വ്യക്തി നിയമ ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ഒരു തിരിച്ചടി എങ്ങനെയാണ്? ശ്രീ എം എൻ കാരശ്ശേരി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേർന്നുണ്ട്. ശ്രീ എം എൻ കാരശ്ശേരി, വളരെ സുപ്രധാനമായ ചില നിരീക്ഷണങ്ങളാണ് ഇന്നിപ്പോൾ മുത്തലാഖുമായി ബന്ധപ്പെട്ട്. നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി എടുത്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിൽ ഇന്ന് ഉറച്ചു നിൽക്കുകയാണ്. ഒരുപക്ഷെ ഒരു പടി കൂടി മുന്നിലേക്ക് കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ് കോടതി ചെയ്തിട്ടുള്ളത്. ഇവിടെ സ്ത്രീ പുരുഷ സമത്വം ഇല്ല എന്ന ഒരു വിഷയത്തിൽ തന്നെ ഊന്നിക്കൊണ്ടാണ് കോടതി ചില കാര്യങ്ങൾ പറയുന്നത്. സ്ത്രീകൾക്കും മുത്തലാഖിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശമുണ്ടോ? നിക്കാഹിന്റെ സമയത്തുണ്ടാക്കുന്ന കരാറിൽ മുത്തലാഖ് കൂടി ഉൾപ്പെടുത്തുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി ചോദിക്കുമ്പോൾ, അത് വാദമുഖത്തിൽ തന്നെ കോടതി ചോദിക്കുന്ന ഒരു ഘട്ടം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? ശ്രീമൻ കാരശ്ശേരി. തീർച്ചയായിട്ടും ഞാൻ ആ പരാമർശത്തെ 2 കൈയും ഉയർത്തി അഭിവാദ്യം ചെയ്യാണ്. അതായത് വിവാഹം, വിവാഹമോചനം, അനന്തരാവകാശം തുടങ്ങിയുള്ള കാര്യങ്ങളിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന മുസ്ലിം വ്യക്തി അനുസരിച്ച് പല തരത്തിലുള്ള വിവേചനങ്ങൾ മുസ്ലിം സ്ത്രീകൾ നേരിടുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താന്ന് വിചാരിച്ചാല്, ഈ തലാഖിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോടും ചോദിക്കാതെ ഏകപക്ഷീയമായി ഇരുന്നിടത്തിരുന്ന് മുസ്ലിം പുരുഷൻ സ്വന്തം ഭാര്യ ഉപേക്ഷിക്കാം. ഇതേ സ്ഥാനത്ത് ഇന്ത്യയിൽ ഒരു മുസ്ലിം സ്ത്രീക്ക് പുരുഷനെ അങ്ങോട്ട് ഉപേക്ഷിക്കണമെങ്കിൽ ഫസ്ക് എന്ന് അതിന് പറയാം.
അതിന് കോടതി വേണം. 1939 ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിലവിൽ വന്ന മുസ്ലിം ഡൈവോഴ്സ് ഫസ്ക് ആക്ട് 1939 അനുസരിച്ച് ഫസ്കിന്, അതായത് സ്ത്രീ പുരുഷനെ അങ്ങോട്ട് ഉപേക്ഷിക്കുന്നതിന്, സ്ത്രീ വിവാഹമോചനം നടത്തുന്നതിന് നിയമസാധുത കിട്ടണമെങ്കിൽ കോടതിയുടെ അറിവോടും അനുവാദത്തോടും കൂടി ചെയ്തിരിക്കണം. അപ്പൊ തലാഖ് എന്ന് പറയുന്നതിന്റെ പ്രശ്നം അടിസ്ഥാനപരമായി നിങ്ങൾ നിയമകോടതിയുടെ അറിവോടും അനുവാദത്തോടും കൂടി മാത്രമേ ചെയ്യാവൂ എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്നില്ല. അപ്പൊ പുരുഷന് കോടതിയിൽ പോകണ്ട, സ്ത്രീക്ക് കോടതിയിൽ പോകണം എന്നുള്ളതാണ് ഇന്ത്യയിലെ പ്രശ്നം. അതുകൊണ്ട് ഇതൊരു മതത്തിന്റെ പ്രശ്നമേ അല്ല, ഇതൊരു സ്ത്രീയുടെ പ്രശ്നമാണ്. അതിനേക്കാൾ അധികം മനുഷ്യാവകാശ പ്രശ്നമാണ്. അതുകൊണ്ട് കോടതി അതിൽ അഭിപ്രായം പറയാൻ സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഒരടി മുന്നോട്ട് പോകുന്നതിന്റെ സൂചനയാണ്. ഞാൻ അതിന് സ്വാഗതം ചെയ്യുന്നു. ഒരുപക്ഷെ ശ്രീ എം എൻ കാരശ്ശേരി, വാദത്തിലുടനീളം മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ആവർത്തിച്ച് പറയാൻ ശ്രമിച്ചത് ഇത് മതത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്നതാണ്, എത്രയോ വർഷങ്ങളായതാണ്, ഒരു ബാഹ്യശക്തിക്കും ഇതിൽ ഇടപെടാനാകില്ല, കാലോചിതമായ ചില മാറ്റങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കാം എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ന്യായങ്ങൾക്ക് വലിയൊരു മറുപടി ആകും, ഒരുപക്ഷെ വളരെ അത്തരത്തിലൊരു സുപ്രധാനമായ ഒരു കാര്യത്തിലേക്കാകും ഒരുപക്ഷെ കോടതി ഇനി പോവുക. അതായത് ഈ ദുരാചാരം മുഹമ്മദ് നബി ജീവിച്ചിരിക്കുന്ന കാലത്തുണ്ട്. രണ്ടാം ഖലീഫ ഉമറിന്റെ വിധി ഇത് സംബന്ധിച്ചുണ്ട്. അതിലൊക്കെ ഇത് മതമാണ്, ഇത് വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നവർ പോലും ഇതിന് പറയുന്ന പേര് തലാഖുൽ ബിദ്അ എന്നാണ്. എന്ന് പറഞ്ഞാൽ ദുരാചാരബദ്ധമായ വിവാഹമോചനം എന്നാണ് അവരെന്നെ പറയുന്നത്. ദുരാചാരമാണ്, ബിദ്അത്താണെന്ന് അവരെന്നെ പറയുന്നു. അപ്പൊ മുഹമ്മദ് നബി ഇത്തരം ഒരു സംഭവം നാട്ടിൽ നടന്നപ്പോ, ഞാൻ നിങ്ങളുടെ ഇടയിൽ ഉള്ളപ്പോൾ തന്നെ നിങ്ങൾ അള്ളാഹുവിന്റെ ഗ്രന്ഥം കൊണ്ട് കളിക്കുകയോ എന്ന് അവരെ ആക്ഷേപിച്ചതായിട്ട് നബി ചരിത്രങ്ങളിൽ കാണാം. അപ്പോ എത്ര നൂറ്റാണ്ട് പഴക്കമുണ്ട് എന്നുള്ളതല്ല, ഇത് വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പറയുന്നുണ്ടോ ഇല്ലേ എന്നുള്ള അല്ല പ്രശ്നം. ഇത് നമ്മുടെ നീതിബോധത്തിന്, നമ്മുടെ ന്യായത്തിന്, നമ്മുടെ രാഷ്ട്രീയ ബോധത്തിന്, നമ്മുടെ ജനാധിപത്യ ബോധത്തിന് ഇത് സ്ത്രീ വിരുദ്ധതയാണ്, സ്ത്രീകളോടുള്ള വിവേചനമാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ വിവേചനം അവസാനിപ്പിക്കാൻ വേണ്ടി നിയമനിർമ്മാണം നടത്തുകയോ ആ മട്ടിൽ വിധി പുറപ്പെടുവിക്കുകയാണ് ഇവിടുത്തെ ഗവൺമെന്റുകളും ഇവിടുത്തെ കോടതികളും ചെയ്യേണ്ടത്. ഞാൻ വേറെ ഒരു ഉദാഹരണം പറയാം. ഖുർആനിൽ സ്ത്രീകൾക്ക് അനുവദിച്ച ഒരു ആനുകൂല്യമാണ് വിവാഹമുക്തയ്ക്കുള്ള ജീവനാംശം എന്ന് പറയുന്നത്. മത്താ എന്ന് അറബി പറയും, മത്താ. ആ വാക്ക് ഇവിടുത്തെ മുസ്ലിങ്ങൾ കേട്ടത് 1985 ഏപ്രിൽ 23 ഷാബാനു കേസിൽ വിധി പറഞ്ഞുകൊണ്ട് ചന്ദ്രചൂട് വായിച്ച വിധിന്യായത്തിലാണ്. അതിനുമുമ്പ് കേട്ടിട്ടില്ല. ആ വിധി പ്രസ്താവത്തോടു കൂടിയാണ് ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾക്ക് വിവാഹമുക്തയ്ക്കുള്ള ജീവനാംശം അനുവദിച്ചു കിട്ടിയത്. അപ്പൊ ഇവർ ഈ പറയുന്ന ആളുകൾ ഇത് ഓർക്കണം. 1400 കൊല്ലം മുമ്പുള്ള ഗ്രന്ഥത്തിൽ ഉള്ള വിധി തന്നെ സ്ത്രീവിരുദ്ധമായി വ്യാഖ്യാനിച്ച് പുരോഹിതന്മാരും രാജാക്കന്മാരും സ്ത്രീകൾക്കെതിരായി നടത്തിയ ഒരു പരിപാടിയെ അന്ന് സഫലമായി എതിർത്തത് ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള 5 അംഗ ബോർഡാണ്, 5 അംഗ ജഡ്ജിമാരാണെന്ന് പറഞ്ഞത്. ആ ഷാബാനു കേസിന്റെ വിധിയുടെ സത്ഫലങ്ങളാണ് കഴിഞ്ഞ 10-30 കൊല്ലമായിട്ട് ഇവിടുത്തെ പെണ്ണുങ്ങൾ അനുഭവിക്കുന്നത്. അപ്പൊ ഈ മതം കൊടുത്ത അവകാശം പോലും സ്ത്രീകൾക്ക് നിഷേധിക്കുന്ന പൗരോഹിത്യമാണ് ഇവിടെ ഉള്ളത്. ആ പൗരോഹിത്യത്തിന്റെ പ്രതിനിധികളാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് എന്ന് പറയുന്നത്. അത് ജനാധിപത്യ വിരുദ്ധമാണ്, സ്ത്രീ വിരുദ്ധമാണ്, മനുഷ്യാവകാശ വിരുദ്ധമാണ്. വളരെ നന്ദി ശ്രീ എം എൻ കാരശ്ശേരി അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ആദ്യം മുതൽക്ക് തന്നെ മുത്തലാഖ് വിഷയത്തിൽ സുപ്രീം കോടതി പറയുന്ന സ്ത്രീ പുരുഷ സമത്വം എവിടെ എന്ന ചോദ്യം പല രീതിയിൽ ഇന്ന് ആവർത്തിക്കുകയാണ് സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത്. മുത്തലാഖ് വിഷയത്തിൽ സ്ത്രീക്ക് തീരുമാനമെടുക്കാനുള്ള അവകാശം ഉണ്ടോ എന്ന് കോടതി ചോദിച്ചിരിക്കുന്നു.